ആസനമല്ല ഇന്ന് വെട്ടി പൊളിക്കും. മല്ലു വരുന്നുണ്ട്. ദേവദാസിയോടും ലക്കിയോടും എനിക്ക് 10 പറയാനുണ്ട്. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തെമ്മാടിത്തരം വിളിച്ചു പറയുന്ന എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഈ സുനിത ദേവദാസിനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളൊന്നും ചെയ്യരുത്. ഈ സുനിത ദേവദാസിനെ ഈ കമ്മി ക്യാപ്സ്യൂളിനെ ഞാനൊരു വട്ടം എക്സ്പോസ് ചെയ്ത് പൊളിച്ചു വിട്ടു. ഇവളെ കണ്ടന്റ് മേക്കിംഗ് അല്ല, ഇവളുടെ കമ്മി ക്യാപ്സ്യൂള്. അവളെ ഞാൻ പഠിപ്പിക്കൂടാ. അവള് കോളേജിലും സ്കൂളിലും LKGയിലും പഠിക്കാത്ത പാഠങ്ങൾ ഞാൻ അവളെ പഠിപ്പിക്കും. ഇവൾ ഇന്നിട്ട് തമ്മില് സീക്രട്ട് ഏജന്റ് എക്സ്പോസ് എടി ദേവദാസി വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നീ എന്നെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ മിനിമം നീ എന്റെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട്. അതൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അങ്ങനെയാണോ ഒരാളെ എക്സ്പോസ് ചെയ്യുന്നത്? അല്ലാതെ ഒരാൾ ചെയ്ത കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ആ കണ്ടന്റിലൂടെയാണോ നീ എക്സ്പോസ് ചെയ്തു എന്ന് പറയുന്നത്? ആണോടി? ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ടാൻ വെച്ചു. നിന്റെ മാനിപ്പുലേഷൻ ആണ് ഞാൻ എക്സ്പോസ് ചെയ്തത്. ചാട്ടവാറ് കൊണ്ട് വേണോ ഇവളെയൊക്കെ ശിക്ഷിക്കാൻ? മാധവ് സുരേഷിനെ അടക്കം ഒരു സാധനം എടുത്ത് വെച്ച് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള നിന്റെ കമ്മിത്തരം. എടി വേടല്ലേ എടി മോളെ, നീ ഏത് രീതിയിലുള്ള കുത്തിത്തിരിപ്പാന്നുള്ളത് നിന്നോട് സംസാരിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു. കാലങ്ങൾക്ക് മുന്നേ നീ നാട്ടിലുള്ളപ്പോ നീ ആ പണി എടുത്തിരുന്ന ടൈമിൽ, കുത്തിത്തിരിപ്പ് പണി എടുത്തിരുന്ന ടൈമിൽ, പിന്നെ നീ എന്ത് ചെയ്തു പറയോ? എന്നെ കണ്ടന്റ് മേക്കിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. നീ പറഞ്ഞ പോലെ ഞാൻ കണ്ടന്റ് ചെയ്യണം, ക്വാളിറ്റിയിൽ വരണം. എന്താണ് നിന്റെ ക്വാളിറ്റി? കമ്മി ക്യാപ്സ്യൂൾ വിഴുങ്ങുന്നു. ജീവിതമാണ്. രാവിലെ നീച്ചിട്ട് കമ്മികളെ വെളുപ്പിക്കാൻ നടക്കുന്ന അതാണ് നിന്റെ ക്യാപ്സ്യൂൾ, അതാണ് നിന്റെ കണ്ടന്റ് ക്വാളിറ്റി. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കൈരളിക്ക് ക്രെഡിബിലിറ്റി, പിണറായിക്ക് ക്രെഡിബിലിറ്റി, ഇതാണ് നിന്റെ ഐറ്റം അല്ലെ? ജോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനോ. ആ ലൈനിലേക്ക് ഞാനില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോ അണ്ണിക്ക് പൊള്ളി. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? നിന്റെ ആഭാസം എന്താന്നുള്ളത് പച്ചയ്ക്ക് പൊളിച്ച വീഡിയോ ഇന്നും എന്റെ അക്കൗണ്ടിൽ കിടക്കുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അന്ന് നിനക്ക് റിപ്ലൈ അല്ല, നീ അതിലും വലിയ ഒളിച്ചോട്ടക്കാരിയ. ഞാനൊരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് പലപ്പോഴും പലരോടും സംസാരിക്കാറ്. നിന്നോടൊന്നും ഒരു പുല്ലും ചുറ്റും തിന്നാമിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഇന്ന് മുതൽ ഞാൻ അത് വീട്ടുകയാണ്. ഇനി നിനക്കൊക്കെ ഉള്ള റിപ്ലൈ എങ്ങനെയായിരിക്കും? അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.